കാർത്തിക് സുബരാജ് സാറ് പോലും എന്നോട് പറഞ്ഞ കാര്യത്തിൽ റിയൽ ലൈഫ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയായിരുന്നു ജിഗർത്തണ്ട. അപ്പം അത് പണ്ട് നടന്ന കഥ അത് ഇപ്പോഴും റെലവെന്റ് ആണ്. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എടുത്താൽ പോലും നമ്മൾ പറയും അത് പണ്ട് മുതൽ നടക്കുന്ന കുറെ കഥകളാണ്. അത് ഇപ്പൊ ശ്രീജിത്ത് തന്നെ അന്ന് പറഞ്ഞ ഒരു കമന്റ് എന്ന് പറയുന്നത് നിമിഷ ഭയങ്കര ഉറക്കച്ചിരിക്കുന്ന ഒരാളാണ്, നിമിഷയെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ വേഷം ചെയ്തത്, അവൾ ഇവിടെ ചിരിച്ചു കഴിഞ്ഞാൽ വയറ്റിൽ കേൾക്കുന്നതാണ് പറഞ്ഞത്. അപ്പോ ഇപ്പം ജിഗർദണ്ഡയിലും വരികയാണെങ്കിൽ അതിൽ ഈ ഒരു പോച്ചിങ്ങിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു തീം അതിനകത്ത് പോകുന്നുണ്ട്. അത് മാത്രമല്ല അത് ഒരു മെയിൻ തീമായിട്ട് സെക്കൻഡ് പാർട്ടിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു സിനിമയിലെ പോച്ചിങ്ങിന്റെ ഒരു വശം കാണുന്നു, അത് അതിലെ ഒരു ആദിവാസി വിഭാഗങ്ങൾ ഇതിന് മൂലം ട്രൈബൽ ആയിട്ടാണ് അത്. അപ്പം അവരെങ്ങനെയാണ് ഈ പോച്ചിങ്ങും അത് റിലേറ്റ് ചെയ്ത് പോലീസ് വരുന്ന ആക്ടിവിറ്റീസ് ഒക്കെ അവരെങ്ങനെയാണ് ബാധിക്കുന്നതെന്നാണ് അതിനകത്ത് പറയുന്ന ഒരു തീം. പക്ഷെ പോച്ചറിൽ എത്തുമ്പോൾ പോലീസുകാരിയായിട്ടാണ് വരുന്നത്. ഈ കോച്ചിങ് നടത്തുന്ന ആളുകൾ റേഞ്ച് ഓഫീസർ ആയിട്ടാണ് വരുന്നത്. ഈ കോച്ചിങ് നടത്തുന്ന ആളുകളെ പിടിക്കാൻ എത്തുന്ന ഒരാളാണ്. അപ്പോൾ ഒരേ തീമിന്റെ ഈ വ്യത്യസ്ത വശങ്ങൾ വ്യത്യസ്ത വർക്കിന്റെ കൂടെ നമുക്ക് കാണാൻ പറ്റുമ്പോൾ അത് നമുക്ക് തരുന്ന ഉൾക്കാഴ്ചകൾ ഭയങ്കര വലുതായിരിക്കും രണ്ട് വർക്കിലും. ആക്ച്വലി രണ്ടും എക്സ്ട്രീംലി ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അതിൽ ട്രൈബലാണ്, ഇതിലൊരു റേഞ്ച് ഓഫീസറാണ്. പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പോച്ചറുടെ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ജിഗർത്തണ്ട ജോയിൻ ചെയ്തത്. പക്ഷെ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലായിരുന്നു. ഇപ്പം എന്നോട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവണേ. അപ്പം അതാ ഞാൻ പറഞ്ഞ നമ്മൾ കാർത്തിക് സുബരാജ് സാറ് പോലും എന്നോട് പറഞ്ഞ കാര്യത്തിൽ റിയൽ ലൈഫ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയായിരുന്നു ജിഗർത്തണ്ട. അപ്പം അത് പണ്ട് നടന്ന കഥ അത് ഇപ്പോഴും റെലവെന്റ് ആണ് എന്ന് പറഞ്ഞാൽ അതിലൊരു മാറ്റം വന്നിട്ടില്ല, മനസ്സിലായോ? അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ചില കഥകളുണ്ട് നമ്മൾ പറയും. ഇപ്പം ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എടുത്താൽ പോലും നമ്മൾ പറയും അത് പണ്ട് മുതൽ നടക്കുന്ന കുറേ കഥകളാണ്, അത് ഇപ്പോഴും പോലും സൊസൈറ്റിയിൽ റെലവെന്റ് ആണ്, അതിലൊരു മാറ്റം വരുന്നില്ല. സോ എനിക്ക് തോന്നുന്നു പോച്ചർ പടം റിലീസ് കഴിഞ്ഞിട്ട് ആൾക്കാരത് റിയലൈസ് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിചാരം. ലൈക്ക് ഓക്കെ നമ്മുടെ സൊസൈറ്റിയിൽ ഇത് പണ്ട് നടക്കുന്ന ഇതുവരെ അത് നടന്നു വരുന്നുണ്ട്, അതിലൊരു മാറ്റം വന്നിട്ടില്ല. സോ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പടത്തിൻ്റെ ഭാഗമാവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. നിങ്ങൾ തെക്കൻ തല്ല് കേസിലാണ് മുൻപ് ഒരുമിച്ച് വന്നത്. അപ്പൊ അതിന്റെ നിങ്ങളുടെ രണ്ടുപേരുടെയും ക്യാരക്ടറിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ആ സമയത്ത് എല്ലാവരും നിമിഷയ്ക്ക് ചിരിക്കാൻ അറിയുന്ന ചിരിക്കുന്ന വേഷങ്ങൾ എന്ന് വേണമെന്ന് പറഞ്ഞു. അതല്ല, ചിരിക്കുന്ന വേഷങ്ങൾ വേണമെന്ന് പറയുന്ന ഒരു സമയത്ത് നമ്മൾ മാസ്റ്റർ പീസിന്റെ സമയത്ത് ശ്രീജിത്ത് തന്നെ ഇന്റർവ്യൂ ചെയ്തിരുന്നു. അപ്പൊ ശ്രീജിത്ത് തന്നെ അന്ന് പറഞ്ഞ ഒരു കമന്റ് എന്ന് പറയുന്നത് നിമിഷ ഭയങ്കര ഉറക്കച്ചിരിക്കുന്ന ഒരാളാണ്, നിമിഷയെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ വേഷം ചെയ്തത്, അവൾ ഇവിടെ ചിരിച്ചു കഴിഞ്ഞാൽ വയറ്റിൽ കേൾക്കുന്നതാണ് പറഞ്ഞത്. അപ്പോ അതേപോലെ തന്നെ റോഷൻ അതുവരെ വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതിനകത്ത് ഒരു ക്രൂക്കഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു തരം ആളാണ്. നിമിഷമാണെങ്കിൽ ഭയങ്കര ഫ്രീ ആയിട്ടുള്ള ഫുൾ ടൈം ചിരിച്ചുകൊണ്ടിരിക്കുന്ന, എന്ത് പ്രശ്നം വന്നാലും പ്രശ്നമില്ലാത്ത ടൈപ്പ് ഒരാളായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളുടെ കരിയറിൽ ആ രണ്ട് വേഷങ്ങളും ഇപ്പൊ നമ്മള് സ്വാഭാവികമായിട്ടും പോച്ചറിൽ നിങ്ങൾ രണ്ടുപേരും വരുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ വരിക തെക്കൻ തല്ല് കേസായിരുന്നല്ലോ. അത് നമ്മള് പ്രേക്ഷകർ കാണുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഭയങ്കര ഒരു വ്യത്യാസമായിട്ടുള്ള അനുഭവം തന്ന സിനിമയായിരുന്നോ രണ്ടുപേർക്കും? അത് ഉറപ്പായിട്ടും എനിക്ക് ഭയങ്കര മെമ്മറബിൾ പ്രോജക്റ്റാണ് തെക്കൻ തല്ല് കേസ്. ഞാൻ ഏറ്റവും അധികം എൻജോയ് ചെയ്ത ഷൂട്ടുകൾ എന്ന് പറഞ്ഞു, ഏറ്റവും അധികം എൻജോയ് ചെയ്ത ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞതാണ് തെക്കൻ. നിമിഷയോട് ചെയ്ത ഫസ്റ്റ് വൺ. തെക്കൻ്റെ സെറ്റിൽ നിൽക്കുമ്പോഴാണ് ഞാൻ പോച്ചറിന്റെ സ്ക്രിപ്റ്റ് വായിക്കുന്നത്. എന്നിട്ട് ഞാൻ ആ വർഷം റോഷന്റെ കൂടെ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചേരാന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ചെയ്തു, പിന്നീടാണ് ഞങ്ങൾ പോച്ച. അപ്പം ഞാൻ ആ വർഷം വർക്ക് ചെയ്ത ഒറ്റ ഒരു ആക്ടർ റോഷൻ ആയിരുന്നു. അപ്പം അത് ഈ പറഞ്ഞ പോലെ ഞാനും അങ്ങനത്തെ ഒരു റോള് ട്രൈ ചെയ്തില്ലായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ടായിരുന്നു. അപ്പം ഞാൻ ശ്രീതട്ടനോട് ചോദിച്ച കാര്യമായിരുന്നു എന്നെ എങ്ങനെയാണ് അതിലോട്ട് സെലക്ട് ചെയ്തത്. ശ്രീതട്ടൻ പറഞ്ഞ കാര്യമാണ് എനിക്ക് നിന്നെ അറിയാവുന്നതുകൊണ്ടായിരുന്നു ഞാൻ അതിൽ എടുത്തതെന്നാണ്.